എന്നോട് പറ. അപ്പൊ പ്രഗ്നന്റ് ആവാനുള്ള ഏറ്റവും നല്ല ഏജ് ഏതാ? 20 മുതൽ 30 വരെയാണ് നല്ല പ്രായം. ഇതിൽ ഏറ്റവും നല്ല പ്രായം എന്ന് പറയുന്നത് 22 മുതൽ 25 വരെയാണ്. പിന്നെ അത് ഓരോരുത്തരുടെയും ഓവറിൻ റിസർവ് പോലെയൊക്കെ ഇരിക്കും. ഓരോ സെർവോ അതെന്താ മാഡം? ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അതിനാവശ്യമുള്ള എഗ്സ് ഫോം ആയിട്ടുണ്ടാവും. അതൊരു 6 to 7 മില്യൺ ആണ് ആദ്യം ഉണ്ടാവുക. അത് പിന്നെ കുഞ്ഞ് ജനിക്കുമ്പോഴത്തേക്ക് അതൊരു 1 to 2 മില്യൺ ആയിട്ട് കുറയും. പിന്നെ ഈ കുഞ്ഞിന് ആദ്യത്തെ പീരിയഡ്സ് വരുമ്പോഴത്തേക്ക് അത് പിന്നെയും 3 to 4 lakhs ആയിട്ട് കുറയുന്നുണ്ട്. ഈ കുഞ്ഞ് തന്നെ വളർന്ന് ഒരു 30 വയസ്സാകുമ്പോഴത്തേക്ക് ശേഖരം എന്ന് പറയുന്നത് ഒരു 12% കാണത്തുള്ളൂ. ഈ 30 വയസ്സെന്ന് പറയുമ്പോ അത്രയൊക്കെ കുറയോ? ഒരു 12% ഒന്ന് ഏകദേശം ഒരു 70,000 വരെയൊക്കെ റിസർവ് കാണുള്ളൂ. 35 to 40 എത്തുമ്പോഴത്തേക്ക് പിന്നെയും എഗ് റിസർവ് കുറഞ്ഞ് ഒരു 0 എത്തുമ്പോഴാണ് ഈ മെനപ്പോസ് വരുന്നത്. പിന്നെ നമുക്ക് പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസ് ഇല്ല. നമ്മളിപ്പോൾ ഇത്രയും പ്രായമായ സ്ഥിതിക്ക് ഇതിനുള്ള ചാൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഏതായാലും പ്രഗ്നൻ്റ് ആയില്ല, ഇത് കളയണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ മാം, എന്തായാലും ഞാൻ ഇതേപ്പറ്റി ഒന്നുകൂടി റീത്തിങ്ക് ചെയ്യട്ടെ. അതുപോലെ ഞാൻ ഒരു ഡൗട്ടും കൂടെ ചോദിച്ചോട്ടെ. ഈ ഫിലിം സ്റ്റാർസ് ഒക്കെ അവരുടെ അണ്ടം മുൻകൂട്ടി എടുത്ത് വെക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിൽ വല്ല വാസ്തവം ഉണ്ടോ? അത് എഗ് ഫ്രീസിങ് ആണ്. അത് നമ്മൾ കുറച്ചുകൂടെ യങ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റിയും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് എഗ്സ് എടുത്ത് ശീതീകരിച്ച് വെക്കാം. പിന്നീട് എപ്പോഴാണോ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ അത് നോക്കണ്ട, കാരണം ഏജ് ഇത്ര ആയല്ലോ, ഏതായാലും പ്രഗ്നൻറ്റും ആയി. എനിക്ക് തോന്നുന്നു നിങ്ങളത് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്.